മാമേ, ഒന്നിങ്ങട് വന്നുടോ. നേരം എത്രയായി എന്നറിയോ? എന്റെ പാറുക്കുട്ടിയെ ഞാനിതാ വരുന്നു. എന്റെ മോളെ എന്താണാവോ ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കുന്നേ? ശിവ അവിടെ വന്നു. നമ്മളെ കാണാതെ വിഷമിക്കുന്നുണ്ടാകും. അതാ ഞാൻ പാറു പറഞ്ഞു. അതിനു സമയമാകുന്നേ ഉള്ളുകുട്ടിയെ. അവർക്ക് ശിവയെ കാണാനുള്ള കൊതികൊണ്ടാവും. ഒത്തിരിയായില്ലേ മോളെ എല്ലാവരും ഒന്ന് കണ്ടിട്ട്? കൈസാരി തലപ്പിൽ തുടച്ചുകൊണ്ടു ലക്ഷ്മി പുറത്തേക്ക് വന്നു. അയാൾ ചിരിച്ചുകൊണ്ടു കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. പുറകെ രണ്ടാളും ഓടിക്കേറി. ആരാണെന്നല്ലേ? ഇതാണ് നമ്മുടെ പാറു എന്ന പാർവതിയും ഈച്ചു എന്ന ഗ്രീഷ്മയും. ഇവരുടെ കളി കുട്ടികാരിയായ നന്ദന എന്ന നന്ദുവിന്റെ വിവാഹമാണ് നാളെ. അതിൽ പങ്കെടുക്കാൻ 3 പേരുടെയും കൂട്ടുകാരിയായ ശിവ എന്ന ശിവാനി വരുന്നുണ്ട്. അവളെ കൂട്ടാൻ എയർപോർട്ടിൽ പോകാനുള്ള തിരക്കിലാണ് രണ്ടാളും. വാസു ശിവയുടെ അമ്മയുടെ അനിയനാണ് ഐരം. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ലക്ഷ്മി. ഇവർക്ക് കുട്ടികളില്ലാത്തതുകൊണ്ടു ഇവര് നാളാലും അവർക്ക് മക്കളാണ്. ശിവ +2 കഴിഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പം സ്റ്റേറ്റ്ക്ക് പോകേണ്ടി വന്നു. ബാക്കി 3 പേരും നാട്ടിൽ തന്നെ പഠിച്ചു. എയർപോർട്ടിൽ മുന്നിലിരിപ്പുറകാതെ നിൽക്കുന്നവരെ കണ്ട് വാസുനു ചിരി വന്നു. ഇങ്ങനെ ചിരിക്കണ്ടാട്ടോ, ഈച്ചു ചുണ്ടോന്ന് കൊട്ടിപ്പറഞ്ഞു. അങ്ങോട്ടൊന്നു നോക്കിയേ. പാറവും ഇച്ചവും പുറംതിരിഞ്ഞു നോക്കിയപ്പോൾ അതാ അവരുടെ ശിവ വരുന്നു. അവളെ കണ്ട് രണ്ടാളുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. ഓട്ടി പോയി. രണ്ടാളും അവളെ കെട്ടിപ്പുണർന്നു. ശിവയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കൂട്ടുകാരികൾ മൂവരും ആ നിൽപ്പ് തുടർന്ന്. അത് കണ്ടു വാസു വന്നു തട്ടിവിളിച്ചു. പോകാം കുട്ടികളെ. ശിവവാസുനെ കണ്ടുകെട്ടിപ്പിടിച്ചു. അയാൾ വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ലക്ഷ്മി അമ്മ വന്നില്ല മാമി. ഇല്ല മോളെ. മോള് വന്നതുകൊണ്ട് ആളു എന്തൊക്കെയുണ്ടാകുന്ന തിരക്കിലാണ്. മോൾക്ക് തരുവാൻ പിന്നെ മുത്തശ്ശി ഒറ്റക്കാവില്ലാതാ. കാറിലിരുന്നു രണ്ടും കൂടി ശിവയുടെ ചെവി തിന്നുന്നുണ്ട്. ഡി ശിവ, നീ അങ്ങ് അമേരിക്കയിൽ തന്നെയാണോ? പാറുവാണേ. എന്തേടിയല്ല, നിന്റെ വേഷം കണ്ട് ചോദിച്ചതാണ്. ഞാൻ കരുതി നീ വല്ല മാതമാ ലുക്കിലാകും വരുവാന്ന്. ഒന്ന് പോയ പാറു. ഞാൻ നിങ്ങളുടെ ആ പഴയ ശിവ തന്നെയാ. കഥയുടെ ബാക്കി അക്ഷരതാളുകൾ ആപ്പിൽ ലഭ്യമാണ്.